എന്താ നോക്കുന്നേ? ഹംസയല്ല ഹംസം. സൂക്ഷിക്കണേ, സൂക്ഷിക്കണം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്താ ഞാൻ നോക്കട്ടെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കൊത്തൊന്നും ഇല്ലടി. ചെലക്കയോ? നീ പേടിക്കല്ലേ. എടി എടി ഇത് നല്ല പൊക്കമുണ്ട്. പേടിക്കണ്ട. ആ കൊത്താൻ വന്ന വിവരം അറിയുന്നീ ഇടിച്ച് ഒറ്റ അടിക്കാൻ നിർത്തുള്ളൂ. എടി വാടി, എടി വാടി. പൊന്നു നാടെ കണ്ടം വഴി ഓടുവാട്ടോ. ആ ഇവരെ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്ന് ഓർത്ത് വരുന്ന കേട്ടോ. ഫുഡൊന്നും ഇല്ലപ്പാ. ഇത് കൊത്തു തന്നെ. ഇത് പുറകെ വരുവാണല്ലോ. ഇതാ ആ കുഞ്ഞുന്നെ നമ്മുടെ കയ്യിലില്ലേ. അപ്പൊ അവരുടെ വിചാരം എന്തോ തിന്നാൻ കൊടുക്കാനാ. ആണ്ടെ വരുന്നു. അത് അടുത്ത ടീം വരുന്നു. നോക്ക് കുഞ്ഞാ നോക്കിയോ. സൂക്ഷിക്കണം കേട്ടോ. എന്റെ പൊന്നെ, എന്താ സാധനം. നമ്മള് തൊടാനൊന്നും പാടില്ല കേട്ടോ. തൊടാൻ പാടില്ലേ? കൊത്തി പറിച്ചെടുത്തോളെ. എന്താ നോക്കുന്നേ? തിന്നാവൊന്നും അല്ല. ഇതെന്താന്നറിയ, ഇതുങ്ങൾക്കൊക്കെ കാലയില് ഇത് കണ്ടോ, കാലില് ചെലങ്ക പോലത്തെ. ചെലങ്കയല്ല, ഒരു ബാഡ്ജ് ഉണ്ട് കേട്ടോ. ബാഡ്ജ് ഉണ്ട് അതുങ്ങൾക്ക്. അല്ല കൂട്ടുകാരെ, അപ്പൊ നമ്മളിതാ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ലൈക്കില് വന്നിട്ടുണ്ട്. നോക്ക് നീന്തി വരുന്ന കുണ്ടിയാണ് കാണിച്ചു കൊടുക്കുന്നത് നീ. എന്താടി കുത്തിയാൽ ഇച്ചിരി കട്ടി മോശം തോന്നരുതല്ലോ. ആ അവിടെ കണ്ടോ കൊറേ കൂട്ടുണ്ട് കേട്ടോ ആ സൈഡില്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ അരണ്യങ്ങളുടെ ഒക്കെ ചുമതല ഇവിടുത്തെ രാജാവിനുള്ളതാട്ടോ. രാജാവിന്റെ അധികാരത്തിലാണ് അരണ്യങ്ങളുടെ സംരക്ഷണം മൊത്തം. ഒരെണ്ണത്തിന്റെ എണ്ണം കുറേ നിന്നെ പിടിച്ച് തിന്നും മോനെ. ഇവിടേക്ക് അരണ്യത്തിന് ഭയങ്കര കെയർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാര്. ഇവിടെ ഇവർക്ക് ഈ അരണ്യങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും തീറ്റ കൊടുക്കൂലേ, അതൊക്കെ ഭയങ്കര ഓരോ. എന്റെ മോനെ പിറ്റ്ബുള്ള് പട്ടി വരുന്നുണ്ട് കേട്ടോ. പൊന്നിനെ പിടിക്കും. എടി ഓടണ്ട നീ വാ. പിറ്റ്ബുള്ള കടിക്കൂല. വാടി. പൊന്ന് പേടിച്ചു കേട്ടോ. ഇതാ വരുന്നു കണ്ടോ, ടീംസ് എല്ലാം കൂടെ വരുന്നുണ്ടോ. അടി കൂടല്ലേ മക്കളെ. നോക്ക്. ഇതിന് പ്രത്യേകത ഉണ്ടോ? ചിലതിന്റെ ചുണ്ട് വെളുത്തിരിക്കുന്ന, ചെറുതിന്റെ ചുണ്ട്. ഇതിന് നല്ല വലിപ്പം കേട്ടോ നിങ്ങക്ക്. കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണം മേലെ കയറുന്ന പോവാ. ഡൂഡോണ്ട് തന്നെ കയറ്റിവിടായിരുന്നു. അത് അതിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലെ താറാവ് കണ്ടോ. എനിക്ക് വന്നെന്താന്നറിയോ, അത്രയും വ്യത്യാസമുണ്ട്. അതെന്താ? അത് ആണുങ്ങള് കറുത്ത് പെണ്ണുങ്ങള് റോസോ? പെണ്ണുങ്ങള് ചുണ്ടല്ലേ ഇങ്ങനെ റോസായിട്ട്. കണ്ടോ നാട്ടിലെ താറാവ് ആ വലിപ്പമേ ഉള്ളൂ. ഇവിടുത്തെ ഈ അരണ്യത്തിന് വലിപ്പം കണ്ടോ. അപ്പൊ തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അതിന്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതുങ്ങളാണ് ഹംസൻ ദൂത് അയച്ചു എന്ന് പറയുന്നില്ലേ, ശകുന്തള. കണ്ടോ ഓറഞ്ച് ചെറു വെച്ച് നോക്ക്. അങ്ങനെ എല്ലാരും ഇങ്ങനെ യാത്ര പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വലിയൊരു ലേക്കാണ്. ഇതാ ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുന്ന ലേക്കാണ്. അതിൽ കൂടെ ഇങ്ങനെ നല്ല ട്രിപ്പിലാണ് എല്ലാരും കൂടെ. കണ്ടോ ഈ വണ്ടി കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് സ്കൂട്ടർ കേട്ടോ. പോയി ഞാനിത് ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോ ഞാന് ഓടിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ചേട്ടായി. ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആട്ടോ. ഇതാണ്ട് സ്കാൻ ചെയ്തിട്ട് ഇവിടെ സ്കാൻ ചെയ്യുക, ഫോണില് ആപ്പ് എടുത്തിട്ട് സ്കാൻ ചെയ്യുക. എന്നിട്ട് വേണ്ട ഇതാണ് ആക്സിലേറ്റർ. ഇതിങ്ങനെ ഞെക്കിയാൽ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. ചുമ്മാ ഒരു കാല് ഇവിടെ ഒരു കാല് പുറകിൽ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നേരെ പോവാം. നേരെ നിന്ന് പോകുന്ന വണ്ടിയാണ് കേട്ടോ അത്. അരയിനങ്ങളോ? അരയിനങ്ങള് മുട്ടയിടൂലേ? കിളികൾ പാടുവോ? പാടുവോന്നല്ല, പാറുവോ? പാറുവോ നോക്കാം.
അതൊക്കെ അവരൊക്കെ വരുന്നൊക്കെ. ആ എല്ലാരും വരുവോ പുറകെ. ആ പാറി പാറി. എന്താല്ലേ ഹംസങ്ങളുടെ ഉത്തരവാദിത്വം രാജാവിന്. നമ്മുടെ നാട്ടിലെ രാജാവരാ? നമുക്ക് രാജാവല്ലല്ലോ അല്ലെ, നമ്മളെ രാജഭരണം അല്ലല്ലോ. കണ്ടോ നല്ല രസമുണ്ടല്ലോ നിങ്ങളിങ്ങനെ നീന്തുന്ന കാണാന്. എന്താ എടി ഇത് നമ്മുടെ നാട്ടിലെ പൂവൻ താറാവെടി. ആ പൂവൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ പൂവന്മാറാവിന് ഇച്ചിരി കൂടെ ഭംഗിയുണ്ട്. അതെന്നാ ഇതുപോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ചെളിയിലൊക്കെ ഉരുണ്ടിട്ട്. ആ ചെളിയുടെ ഭംഗി ഉണ്ടാവും. അയ്യോ പറക്കുന്ന താറാവോ? അത് ആകാശത്തോടെ പറന്നു പോകുന്നുണ്ടല്ലോ സാധനം. എടി താറാവല്ല ഇത്. ശകുന്തളയ്ക്ക് ദുഷ്യന്തനോ അല്ലേ? ആണോ? ശകുന്തളയ്ക്ക് ദൂത് അയച്ചത് അല്ലേ ഹംസം? അപ്പൊ ഹംസം പറക്കുവോ? ആ ശകുന്തളയ്ക്ക് ദൂതുമായി എത്തിയതാണ് എന്റെ മോൻ. ഇത് സമ്മതിക്കണല്ലേ, പ്രണയത്തിന്റെ പ്രതീകമാണ് ഹംസം. ഇതെന്താ മാലാഖയോ? ചിറക് വീഴ്ത്തിയതാ. അപ്പൊ നമ്മുടെ പ്രണയത്തിന്റെ പ്രതീക ഹംസം. മണ്ടൻ തലകുത്തുന്നു. മണ്ടനല്ലടി, അത് കുളിക്കുന്നയാ. മുങ്ങാങ്കുഴി ഇതുങ്ങള് കാക്ക കരയും പോലെ കരയുന്നേ. ഓ ഇവിടുത്തെ കാക്കകൾ ഇതായിരിക്കും അല്ലേ? കണ്ടോ അങ്ങ് ഒരാൾ തീറ്റ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്നും മേടിക്കാണ്ടല്ലോ, മോശമല്ല. എന്തായിരിക്കും ഇവര് ചിന്തിക്കാൻ? നമുക്ക് ആര് ചിന്തിക്കാന്? ഹംസങ്ങൾ. ഹംസങ്ങളൊന്നും ചിന്തിക്കാന്? നീ എന്നെ തൊപ്പി എന്നാ കാണിച്ചു ഞാൻ? കുഞ്ഞുനെ വാ ഇങ്ങോട്ട്. കണ്ടോ എടി നോക്കടി, തീറ്റ വന്നപ്പോ എല്ലാം കൂടെ വരും നോക്ക്. ഇടട്ടെ ഇടട്ടേടി. തീറ്റ കണ്ടപ്പോ നമ്മളല്ല കേട്ടോ, സോറി, നമ്മള് മേടിക്കാൻ മറന്നുപോയി. തീറ്റ കണ്ടപ്പോ വെച്ച് പിടിച്ചു പോവാട്ടോ. കണ്ടോ തീറ്റ കൊടുക്കുന്ന കണ്ടോ? അവൻ അവന്റെ പുറത്ത് പേർത്തു. ഫ്രീ ആയിട്ട് പോവാ, ലിഫ്റ്റ് വെച്ച് തരും. ഇത്ര പേരുണ്ട് കേട്ടോ ഇവിടെ മാത്രം. ഇത് ഭക്ഷണം ചാടി പിടിക്കുന്നുണ്ട്. ആ ചേച്ചി കൊടുക്കും കേട്ടോ. ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലേ? ആ പട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ചാടി ക്യാച്ച്. മത്സരം. ഹംസത്തിന്റെ മേലേക്ക് ഒരു പൊക്കോ നാട്ടിലേക്ക്. പാവം ഒന്നും അറിയുന്നില്ല. അതെ ചേച്ചി ഇട്ട് കൊടുക്കുന്നൊക്കെ ഇവിടെ. കുഞ്ഞുവിനെ കാണാനായിട്ടില്ലല്ലോ. ഹംസത്തിനൊക്കെ കാണണം. പക്ഷെ അവർക്ക് അറിയാലോ നമ്മൾ ഇതൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ഈ പുഴയിലൊന്നും എടുത്ത് ചാടാൻ പറ്റില്ല കേട്ടോ. ഐസായിട്ട് ഇങ്ങനെ കോച്ചി പിടിച്ച് അവിടെ ഇരിക്കും. നീന്താൻ പറ്റില്ല. പിന്നെ ചാടാൻ പറ്റും. പിന്നെ അനങ്ങുമല്ല അവിടുന്ന്. കോച്ചി പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും സംഭവം. ബോട്ട് ഇതിന്റെ ഉള്ളിൽ എന്താ ഞാൻ നോക്കട്ടെ. ഇതിപ്പോ തൊടുമ്പത്തേക്ക് ഫയർ ആശി അലാറം അടിഞ്ഞാന്ന് ഓർത്തൊക്കെ. ആളുണ്ട് കുഞ്ഞാ, ആൾക്കാരുണ്ടെന്നേ. നീ എന്ത് പരിപാടി കാണിച്ചേ? ഞാനത് കാണാൻ പോയതല്ലേ. കൊറേ പേര് ഇവിടെ കേറി വിശ്രമിക്കോട്ടെ. ഇതുങ്ങൾ ഈ പുല്ലാ തിന്നണേ. നോക്ക് ഇതുങ്ങൾക്ക് എന്താ വേറെ കളറ്? ഹലോ മിസ്റ്റർ ഹംസം, ഹൗ ഓൾഡ് ആർ യു? ഹൗ ഡു യു ഡു? അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാത്ത ഹംസം തോന്നുന്നു, പാവം. ഓട്ടക്കണ്ടിട്ടോ, സ്മൈൽ പ്ലീസ്. നല്ല തണുപ്പുണ്ട് കൂട്ടുകാരെ. അപ്പൊ കുഞ്ഞു ബേബീനെ അങ്ങനെ തണുപ്പടിപ്പിച്ചാലേ ശരിയാവത്തില്ല. നമ്മള് വണ്ടി കയറിയിരിക്കും കേട്ടോ. അവിടെ നോക്ക്, മടിയന്മാര് കിടന്നോണ്ട് തിന്നുവന്നേ. ഹംസങ്ങളൊക്കെ ഇങ്ങനെയാന്ന് തോന്നുന്നു, മടിയന്മാർ. കുഞ്ഞു അങ്ങനെ ഹംസത്തിനെ കണ്ടല്ലോ ഒന്ന്. ഹംസത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നേരിട്ട് കാണുന്നത്. നേരിട്ട് ഇത്ര അടുത്തുനിന്ന് കാണുന്നത് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ സിറ്റൂസ് ഫോട്ടോ ഉണ്ട്. അത് ഹംസ അല്ല, വീട്ടിൽ 2 വെള്ളത്താറ ഉണ്ടായിരുന്നു കേട്ടോ. വാത്ത ഉണ്ടായിരുന്നു. ഹംസായിട്ട് കൂട്ടാൻ പറ്റും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വാത്തയാണെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത് വാത്തയല്ല, ഇത് ഹംസമാണെന്ന്. ഹംസയല്ല, ഹംസം. ചന്ദഹംസ. ഇത് ഹംസ നീ കേട്ടിട്ടില്ല? അതാ ചന്ദഹംസ. നിനക്കറിയത്തില്ല ചന്ദഹംസനെ? ഇല്ല. ആരാ?
അതാരാ? എന്താടാ ഞാൻ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ വിശ്വസിക്കുന്ന എന്തിനാണാ കുഞ്ഞാ? ഇപ്പൊ കണ്ട ഹംസൊക്കെ ഈ രാജാവായിട്ട് നോക്കുന്നത്. രാജാവ് ആണ് ഇതിന്റെ ഫുൾ കാര്യങ്ങളും ചുമതലയും എല്ലാ കാര്യങ്ങളും ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം നോക്കുന്ന രാജാവാട്ടോ. രാജാവ് വന്നിട്ട് ഭക്ഷണം കൊടുക്കുമെന്നല്ല, രാജാവിന്റെ അധികാരത്തിലാണ് ഇവിടുത്തെ ഹംസം, പക്ഷികള്, പ്രാവുകള്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ധനകാര്യമന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതേപോലെ ഇതുങ്ങളുടെ സേഫ്റ്റിയും മൊത്തം കാര്യങ്ങളും നോക്കുന്നത് രാജാവാണ്. അപ്പൊ അതാ കൂട്ടുകാരെ, ഞങ്ങള് അവിടുന്ന് ഇറങ്ങിയിട്ടോ, സമയം കഴിഞ്ഞു. അവിടെ അധികം നേരം അങ്ങനെ നിക്കാൻ പറ്റില്ല. സമയം എത്ര കഴിച്ചേ? 8:30 രാത്രി 8:30 ആയിട്ടോ. നല്ല വെട്ടം ഉണ്ട്, അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി വീട്ടിലേക്ക് പോവാണ്. നാടെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്കല്ല, വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അത്രേ ഉള്ളു കൂട്ടുകാരെ. ഇന്ന് ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോഴാണ് എനിക്ക് ഹംസത്തിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിച്ചേ, എനിക്ക് ഭയങ്കര സന്തോഷമായി കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. ഓക്കേ, ബൈ.